ശരിക്കൊന്ന് പേടിച്ചു പോകും ഇവിടെ വന്നാൽ. അങ്ങനത്തെ മാസ്കുകളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ഡ്രാഗൺ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റി. അതൊക്കെ ശരിക്കും ആദ്യമായിട്ടാണ് കാണുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് സെൻട്രൽ മാർക്കറ്റിലാണ്. അതായത് മലേഷ്യയിലെ സെൻട്രൽ മാർക്കറ്റ് കോലാലംപൂരിലുള്ള പസർസേനി പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തൊട്ടടുത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. സ്റ്റാളുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്കാണ് പോണേ. ഈ സെൻട്രൽ മാർക്കറ്റിൽ എന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റോറാണ്, ഹെറിറ്റേജ് ഗാലറി പറഞ്ഞിട്ടുള്ള. ഒരുപാട് ആൻറ്റി കളക്ഷൻസും മറ്റൊക്കെ ആയിട്ടുണ്ട്, ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ അത്ഭുതപ്പെടുത്തിയതിന് അതല്ല, ഡ്രാഗൺ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾ കണ്ട് മനസ്സിലാവും. ഡ്രാഗൺസ്, അതുപോലെ ഹോഴ്സ്, അതുപോലെ തന്നെ ഓരോ ജീവികളും മറ്റും, പിന്നെ സോസർ കപ്പ്, അങ്ങനത്തെ ഫാൻസി നൈസായിട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസുകളാണ് ഉള്ളത്. മെയിനായിട്ട് ഈ ടൂറിസ്റ്റുകാർ അട്രാക്ഷൻ ആയിട്ടുള്ളതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ഇവിടെ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് മലേഷ്യയിൽ സെൻട്രൽ മാർക്കറ്റ്. എനിക്ക് തോന്നുന്നത് ഇവരെ പാരമ്പര്യമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയതും, പിന്നെ ചൈനയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ കൊറിയയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തൊക്കെ ഉണ്ടാവാം. പക്ഷേ നല്ല വെറൈറ്റി ആയിട്ടാണ് ഇവരിത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് എടുത്ത് പറയേണ്ടതാണ്. ചെറിയ യുണീക്ക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ പറ്റുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തിട്ടോ. ഒരുപാട് മാസ്കുകൾ, അതായത് വുഡൻ മാസ്കാണ്. ചിരികളും അട്ടഹസിക്കണതും പിന്നെ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരുപാട് ഫേസ് മാസ്കുകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ട്രഡീഷനാണ്. കൊറിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ട്രഡീഷനായിട്ടാണ് ഇവരിത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് എന്തായാലും. നമ്മൾ ഇവിടുത്തെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തത്തെ ഒരു സ്ട്രീറ്റിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ കുറേ കഫേ, പിന്നെ എന്താ ജ്യൂസ് കോഫി കിട്ടുന്ന ഷോപ്പുകളും, പിന്നെ ഓരോ ചെറിയ സ്റ്റാളുകളാണ്. മെയിനായിട്ട് ചെറിയ ചെറിയ ഷോപ്പുകളാണ് കാര്യമായിട്ട് ഇവിടെ ഉള്ളത്. ഇവരുടെ കാര്യമായിട്ട് എന്ന് വെച്ചാൽ ഇവരുടെ സാംസ്കാരികപരമായിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെയാണ് ഇവർ വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പുതുമയായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇതിന്. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഇവിടുത്തെ ഇതൊക്കെ കിളികളുടെയാണ്, കിളികളുടെ സൗണ്ടാണ്. കിളികളൊക്കെ കൂടുള്ളത് ഈ മരത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ്. പക്ഷേ ഇവിടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ വന്നപ്പോഴേ മനസ്സിലായത് പല പല സാധനങ്ങൾക്കും വില നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ഡ്രസ്സ് ഐറ്റംസ്, ക്ലോത്ത് ഐറ്റംസൊക്കെ കോലാലംപൂർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരരുത്. ഏറ്റവും നല്ലത് ചൗക്കിറ്റ് GM പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കാണും. മെട്രോ ഒക്കെ പോകുന്ന സ്ഥലമാണ്. അവിടേക്ക് വരിക. അവിടെയാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ കാഴ്ച കാണാൻ മാത്രം വരിക. ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുക കുറച്ച് എക്സ്പെൻസാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സാധനമൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ മേടിക്കാമെന്നല്ലാതെ നമുക്ക് ഈ ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം കുറച്ച് എക്സ്പെൻസാണ് ഇവിടെ സെൻട്രൽ മാർക്കറ്റിൽ. ഈ സെൻട്രൽ മാർക്കറ്റിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് വരുമ്പോൾ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. ഈ മരങ്ങളുടെ മുകളിലായിട്ട് കണ്ടില്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. കിളികളുടെ സൗണ്ടാണ്. ഇവർ താമസം ഇതിൻ്റെ മുകളിലാണ്. അതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.